ഇനി നമ്മുടെ ഈ സൊല്യൂഷനിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ പോകാം. ആ ടോപ്പിക്കിന്റെ പേരാണ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി of a solute. Solubility of a solute. സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി എന്തുവാ നോക്കാം. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്തു. സപ്പോസ് 1 ലിറ്റർ വെള്ളം എടുത്തു. എത്രയാ? 1 ലിറ്റർ വെള്ളം. അതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തു. 5 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്തു. പഞ്ചസാര മുഴുവനായിട്ട് ലയിച്ചു ഡിസോൾവായി, സൊല്യൂബിളായി. ഞാൻ വീണ്ടും ഒരു 5 ഗ്രാം കൂടി ആഡ് ചെയ്തു, അതും ഡിസോൾവായി. വീണ്ടും ഒരു 10 ഗ്രാം ആഡ് ചെയ്തു, അതും ഡിസോൾവായി. ഓക്കെ, ഞാൻ വീണ്ടും ഒരു 5 ഗ്രാം കൂടി ആഡ് ചെയ്തു. ഓക്കെ, നന്നായി കലക്കി നോക്കിയപ്പോൾ എത്ര കലക്കിയിട്ടും കുറച്ച് പഞ്ചസാര താഴെ അലിയാതെ ബാക്കിയാവും. ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യാതെ കുറച്ച് പഞ്ചസാര ബാക്കിയാവും. ഞാനത് കോരിയെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ 2 ഗ്രാമാണ്. അവസാനം ആഡ് ചെയ്ത 5 ഗ്രാമില് 2 ഗ്രാം ഡിസോൾവ് ആവുന്നില്ല. അപ്പൊ ടോട്ടലി എത്ര പഞ്ചസാര അതിലുണ്ട്? 5, 10, 20, 23 ഗ്രാം പഞ്ചസാര ഇപ്പോൾ അതിൽ ഡിസോൾവ് ആണ്. ഓക്കെ, ഞാൻ ടി എന്ന ടെമ്പറേച്ചറിലാണ് ഈ പരിപാടി ചെയ്തത്. ഓക്കെ, അപ്പൊ ടി എന്ന ടെമ്പറേച്ചറിൽ 1 ലിറ്റർ വെള്ളത്തിൽ ലയിച്ച് ചേരാവുന്ന ഡിസോൾവ് ചെയ്യാവുന്ന പരമാവധി പഞ്ചസാരയുടെ അളവ് അത് 23 ഗ്രാം ആണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കി പഞ്ചസാര സൊല്യൂഷൻ അല്ലേ? പഞ്ചസാര സൊല്യൂഷൻ സൊല്യൂട്ടാരാ? പഞ്ചസാര അല്ലെ? നിങ്ങൾ നോക്കണോ, ഈ ടി എന്ന ടെമ്പറേച്ചറിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാവുന്ന പഞ്ചസാര എന്ന സൊല്യൂട്ടിന്റെ പരമാവധി അളവ് 23 ഗ്രാം ആണ്. ആ പരമാവധി അളവിന് പറഞ്ഞ പേരാണ് പഞ്ചസാരയുടെ സൊല്യൂബിലിറ്റി. പഞ്ചസാര എന്ന സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി. എങ്കിൽ നിങ്ങൾ പറയാം, എന്താണ് ഒരു സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി? ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് that can be soluble in a particular amount of solvent. ഓക്കെ, ഞാൻ ഈ വെള്ളത്തിന്റെ അളവ് മാറ്റിയാലുണ്ടല്ലോ കൂടുതൽ പഞ്ചസാര സൊല്യൂബിൾ ആവും. ഞാൻ 1 ലിറ്ററിന് പകരം 1 ലിറ്റർ കൂടി അതിലേക്ക് ആഡ് ചെയ്തു, 2 ലിറ്റർ ആയി. അപ്പൊ എന്താണെന്നറിയോ, ഈ ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതുകൂടി ലയിച്ച് ചേരും. ഇന്ന് പറഞ്ഞ എന്തുവാ? ഒരു സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി സോൾവെന്റിന്റെ അളവാകുമ്പോൾ മാറും. ഓക്കെ, അത് പിന്നീട് പറയും. ഏതായാലും എന്താണ് സൊല്യൂബിലിറ്റി? നിങ്ങൾ ഒരു സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി എന്താ? ഒരു ടെമ്പറേച്ചർ മാത്രം മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് at a particular temperature and pressure. At a particular temperature and pressure, solubility of a solute is the maximum amount of solute that can be soluble in that solvent. Okay, സോൾവെന്റിൽ ലയിച്ച് ചേരാവുന്ന സൊല്യൂട്ടിന്റെ പരമാവധി അളവാണ് അതിന്റെ സൊല്യൂബിലിറ്റി. ഓക്കെ ആണോ? ഇനി ഈ സൊല്യൂബിലിറ്റിയെ ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ എത്രത്തോളം പരമാവധി ലയിച്ച് ചേരണം എന്ന് തീരുമാനിക്കുന്ന 3 ഫാക്ടർ ഉണ്ട്. അതായത് സൊല്യൂബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന 3 ഫാക്ടർ ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ സൊല്യൂബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ nature of solute and solvent. അത് നമ്മളുണ്ടല്ലോ ആദ്യം സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ആദ്യം സൊല്യൂഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സൊല്യൂഷൻ പറഞ്ഞോ. എന്തെന്ന്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് അല്ലെ? ഒന്ന് മറ്റൊന്നിൽ സൊല്യൂബിൾ ആവണമെന്ന് തീരുമാനിക്കുന്നത്, ഒരു സൊല്യൂട്ട് മറ്റൊന്നിൽ സൊല്യൂബിൾ ആവണമെന്ന് തീരുമാനിക്കുന്നത് നേച്ചറാണ്. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ മാത്രമേ സൊല്യൂബിൾ ആവുള്ളൂ. നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റിൽ മാത്രമേ സൊല്യൂബിൾ ആവുള്ളൂ. അല്ലേ? അല്ലെങ്കിൽ എന്താവും? സൊല്യൂബിലിറ്റിയിൽ വ്യത്യാസം വരും.
രണ്ടാമത്തത് ടെമ്പറേച്ചർ, മൂന്നാമത്തത് പ്രഷർ. ഇങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഓരോന്ന് പറയും കേട്ടോ. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇങ്ങനെ 3 ഫാക്ടറുകളാണ് സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, നമുക്ക് ഇനി സൊല്യൂബിലിറ്റി എന്ന ഭാഗത്തിൽ 2 കാര്യങ്ങൾ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഒന്ന്, solubility of a gas in liquid, solubility of a solid in liquid. Solubility of a gas in liquid, solubility of a solid in liquid. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യത്തെ പറഞ്ഞാലോടോ, solubility of gas in liquid. നിങ്ങൾ ഏതാ ഇതിൽ സൊല്യൂട്ട്? ഗ്യാസ്. സോൾവെന്റ് ഏതാ? ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്യാസ് ലിക്വിഡിന് എക്സാമ്പിൾ പറയാം, സോഡ വാട്ടർ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ നമ്മൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. തുടങ്ങിയാലോ? ഒരു എക്സ്പെരിമെന്റ് വേണ്ടി ചെക്ക് ആക്കാം. ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് പറയാൻ പോകും. തുടക്കം തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് പഠിക്കാനുള്ളത്. പറയാം. ഓക്കെ, ആ ലോ ഇതാണ്. ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ലിക്വിഡ് എടുത്തു. വെള്ളം തന്നെ ആയിക്കോട്ടെ, വെള്ളം എന്ന ലിക്വിഡ് എടുത്തു. വാട്ടർ. ഓക്കെ, ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തു. ഇത് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഗ്യാസ് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ ഞാൻ ഇതിലൊരു പിസ്റ്റൺ വെച്ചു. മൂവബിൾ ആയിട്ടുള്ള പിസ്റ്റണാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഗ്യാസ് മോളിക്യൂൾസ് ആണ് റാൻഡം മോഷൻ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞോണ്ടുണ്ടാവും, അല്ലെ ഓടിക്കൊണ്ടുണ്ടാവും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാല് ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡിന്റെ സർഫസിലൊന്നും ഇരിക്കില്ല. ഈ ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാളിൽ വന്നിട്ടിരിക്കും, പാളിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിട്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയുണ്ടല്ലോ, എന്തെന്ന്? വെള്ളത്തിന്റെ സർഫസിലുള്ള മോളിക്യൂൾസിന് എന്തുണ്ട്? താഴോട്ട് ഇൻവേർഡ് ഫോഴ്സ് ഉണ്ട്. എന്താണ്? സർഫസ് ടെൻഷൻ. അപ്പൊ ഈ സർഫസ് ടെൻഷൻ കാരണം ഈ ഇവിടെ വന്നിട്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂളിനെ ഈ സർഫസിലുള്ള മോളിക്യൂൾ പിടിച്ചിട്ട് താഴോട്ട് വയ്ക്കും. വന്നിട്ട് ഇരിക്കുമ്പോൾ ഒറ്റ വരും താഴോട്ട്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾ, ഈ മുകളിലുള്ള ഗ്യാസ് മോളിക്യൂൾ എന്താണെന്ന് അറിയാമോ? ഈ ലിക്വിഡിലേക്ക് വരും, ലിക്വിഡിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ എന്ത് സംഭവിച്ചു? ലിക്വിഡിൽ ഗ്യാസ് സൊല്യൂബിളായി, ലയിച്ചു, ഡിസോൾവ് ആയി. അപ്പൊ സൊല്യൂഷൻ ആയി. അപ്പൊ ഇതെന്തായി? ഇറ്റ് ഈസ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആണോടോ? യെസ്. അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഗ്യാസ്, ഇതിന്റെ മുകളിലുള്ള ഗ്യാസ് ഇവിടേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തോണ്ടി. എപ്പോഴാണ് എൻ്റർ ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോഴല്ലേ, സർഫസിലേക്ക് വന്ന് ഇരിക്കുമ്പോഴല്ലേ ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തോളൂ, അല്ലേ? അപ്പൊ കൂടുതലായിട്ട് ഗ്യാസ് മോളിക്യൂൾസ് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൂടുതലായിട്ട് ഗ്യാസ് മോളിക്യൂൾസ് ആ ലിക്വിഡിലേക്ക് എൻ്റർ ചെയ്യണം. എന്ത് വേണം? കൂടുതലായിട്ട് സർഫസിൽ ഇടി നടക്കണം. അതിനെന്ത് വേണം? മുകളിൽ ഗ്യാസിന്റെ പ്രഷർ കൂടണം. നോക്കിക്കോ, ഈ പിസ്റ്റൺ നമ്മൾ താഴ്ത്തി വിചാരിക്കാം. ഈ പിസ്റ്റൺ താഴ്ത്തി പോകൊണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസ് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള, ചലിക്കാനുള്ള സ്ഥലം തുടങ്ങും. അപ്പൊ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കും. അപ്പൊ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? താഴോട്ട് എൻ്റർ ചെയ്യും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ മുകളിൽ ഗ്യാസിന്റെ പ്രഷർ കൂടുന്തോറും കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡിലേക്ക് എൻ്റർ ചെയ്യും, സൊല്യൂബിൾ ആകും. എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സൊല്യൂബിലിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ലിക്വിഡിന്റെ മുകളിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂട്ടിയാൽ മതി. നമുക്ക് എന്താ പറയാം? solubility of a gas in liquid, solubility of a gas in liquid is directly proportional to pressure of the gas above the liquid. ലിക്വിഡിലുള്ള ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി ലിക്വിഡിന്റെ മുകളിലുള്ള അതിന്റെ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ പ്രഷർ കൂടുമ്പോഴും ഇവിടെ സൊല്യൂബിലിറ്റി കൂടും. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ എന്താണ് ലിക്വിഡിന്റെ സർഫസിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂടുന്തോറും ലിക്വിഡിലുള്ള അതിന്റെ സൊല്യൂബിലിറ്റി കൂടും.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ആ ലോന്റെ പേരാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ. Velocity, Henry's velocity, none. Solubility, correct? Solubility of a gas. Solubility of a gas. Every liquid. Solubility of a gas in liquid is directly proportional to its pressure. Pressure of the gas. Pressure of the gas above the liquid. Above the liquid. Okay, okay, simple ആയിട്ട്. Okay, നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ലോനെ വേറെ രീതി മാറ്റി പറയും. ദേശത്തിന് വേറെ രീതി ഇതേ ലോ വേറെ രീതിയിൽ പറയും. എങ്ങനെയാണോ ആ കണ്ടെയ്നർ ഒന്നുകൂടി വരട്ടെ. ഇതാ സെയിം കണ്ടെയ്നർ. സെയിം കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ ഞാൻ ആ ലിക്വിഡ് എടുത്തു. ഓക്കെ, ഇനി ഉണ്ടല്ലോ ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ഗ്യാസ് എടുക്കുന്നതിന് പകരം 2 ഗ്യാസ് എടുക്കുന്നു. ഒന്നിൽ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുന്നു. ഇതാ ഇത് എ എന്ന് പറയുന്ന ഗ്യാസ് മോളിക്യൂൾസ്. കൂടെ തന്നെ വേറൊരു ഗ്യാസ് ഉണ്ട്, ബി എന്ന ഗ്യാസ് ഉണ്ട്. ബി 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 കുറെ ഗ്യാസ്. എയുടെ കുറെ മോളിക്യൂൾസ്, ബിയുടെ കുറെ മോളിക്യൂൾസ് ചേർന്ന് ഗ്യാസിനെ മിക്സ്ഡാണ് ഞാൻ എടുത്തത്. പക്ഷെ രണ്ടും ഒരേ പ്രഷറിലാണ് എടുത്തിട്ടുള്ളത്. വേറെ വേറെ പ്രഷറിലാണ്. രണ്ടും ഒന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, എയും ബിയും രണ്ട് റാൻഡം മോഷനാണ്. അപ്പൊ തീർച്ചയായും എയുടെ മോളിക്യൂൾസ് വന്നിട്ട് ഇവിടെ ഇടിക്കും, ബിയുടെ മോളിക്യൂൾസ് വന്നിട്ട് ഇടിക്കും. അങ്ങനെ താഴേക്ക് എയുടെ മോളിക്യൂൾസും വരും, ബിയുടെ മോളിക്യൂൾസും വരും. ശരിയല്ലേ? പക്ഷേ എയും ബിയുടെയും ലിക്വിഡിലുള്ള അളവ് ഒരുപോലെ ആയിരിക്കുമോ? അതായത് ലിക്വിഡിലേക്ക് എൻ്റർ ചെയ്യുന്ന എയുടെയും ബിയുടെയും എണ്ണം ഒരുപോലെ ആയിരിക്കുമോ? അല്ല. എന്തേ? ആരാണോ കൂടുതലായിട്ട് ഇവിടെ വന്ന് ഇടിക്കുന്നത് അവർ കൂടുതലായിട്ട് താഴോട്ട് എൻ്റർ ചെയ്യും. ആരാണോ കുറച്ച് വന്നിട്ട് ഇടിക്കുന്നത് അവർ കുറച്ച് മാത്രമേ താഴെ ഉണ്ടാവത്തുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ആരാണോ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആർക്കാണോ മുകളിൽ പ്രഷർ കൂടുതൽ അവര് കൂടുതലായിട്ട് ഇടിക്കും, അവർ കൂടുതലായിട്ട് താഴോട്ട് എൻ്റർ ചെയ്യും. ആർക്കാണോ പ്രഷർ കുറവ് അവര് കുറച്ച് വന്നിട്ട് ഇടിക്കത്തുള്ളൂ, അവരുടെ ഇടി കുറവായിരിക്കും. അപ്പോൾ അവർ താഴോട്ട് വരുന്നത് കുറവായിരിക്കും, അതിന്റെ അളവ് സൊല്യൂഷനിൽ കുറവായിരിക്കും. ഗ്യാസുകളുടെ മിക്സ്ചർ എടുത്താൽ ഓരോ ഗ്യാസിന്റെയും പ്രഷറിന് പറഞ്ഞ പേരെന്താ? പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പൊ എയുടെ പ്രഷർ, എയുടെ പാർഷ്യൽ പ്രഷർ, ബിയുടെ പ്രഷർ, ബിയുടെ പാർഷ്യൽ പ്രഷർ. എയിലും ബിയിലും ആർക്കാണോ പാർഷ്യൽ പ്രഷർ കൂടുതൽ അതിന്റെ അളവ് സൊല്യൂഷനിൽ കൂടുതലായിരിക്കും. എയിലും ബിയിലും ആർക്കാണോ പാർഷ്യൽ പ്രഷർ കുറവ് അതിന്റെ അളവ് സൊല്യൂഷനിൽ കുറവായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും അളവ് സൊല്യൂട്ട് അല്ലേ? സൊല്യൂട്ടിന്റെ അളവ് പറയാണെങ്കിൽ ഞാൻ മോൾ ഫ്രാക്ഷൻ എടുക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ കൂടണമെങ്കിൽ മുകളിൽ പാർഷ്യൽ പ്രഷർ കൂടണം. സൊല്യൂഷനിലുള്ള പാർഷ്യൽ പ്രഷർ അല്ല, സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ കുറവായിരിക്കും എപ്പോൾ മുകളിലുള്ള പാർഷ്യൽ പ്രഷർ കുറവാണെങ്കിൽ. പറഞ്ഞുകൂടെ നമുക്ക് ഇങ്ങനെ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷൻ of the solute, mole fraction of the solute in the solution, mole fraction of the solute in the solution is directly proportional to its partial pressure above the solution.
മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ. അതെന്തിനു പ്രൊപ്പോർഷനാണ്? സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ proportional to partial pressure or solute above the solution. Okay, there are many interests. The gas amount solubility of a gas in the solution is directly proportional to its pressure above the solution. അതൊരു ഗ്യാസ് മാത്രമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗ്യാസ് ഉണ്ടെങ്കിൽ എന്താ പറയാ, താഴെ അതിന്റെ സൊല്യൂബിലിറ്റി കൂടണമെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടുന്നുള്ള എന്താ, സൊല്യൂബിലിറ്റി കൂടുന്നു. മോൾ ഫ്രാക്ഷൻ കൂടണമെങ്കിൽ അതാത് ഗ്യാസിന്റെ ഏത് ഗ്യാസിന്റെ ആണോ ഏത് മോൾ ഫ്രാക്ഷൻ കൂടണമെങ്കിൽ അതായത് സൊല്യൂബിലിറ്റി കൂടണമെങ്കിൽ മുകളിൽ അതിന് പാർഷ്യൽ പ്രഷർ കൂടണം. ഓക്കെ, എന്ത് സിമ്പിൾ ആണ്. ഇതാണ് ഹെൻറീസ് ലോ. ആ ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം കേൾക്കണം. Partial pressure is proportional to mole fraction, or mole fraction is proportional to partial pressure. P proportional to x and P is equal to constant kh in x. Okay, ആ kh ഉണ്ടല്ലോ, ആ ഇതാണ് ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. ആ kh എന്ന് പറയുന്ന പേരാണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. Henry's law constantly. ഇനി ഈ ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. കേൾക്കണേ, നന്നായിട്ട് കേൾക്കണേ. ഈ കൃഷികൾ നോക്കിയാണ് എങ്ങനെയുള്ളതായി is of the form y is equal to mx plus c with c is equal to co. എന്തായത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. cco എന്ന് പറഞ്ഞാൽ എന്താ, y ഇന്റർസെപ്റ്റ് co എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫ് വരച്ചാല് ഏതെല്ലാം ഗ്രാഫ് വരക്കണം. y എന്താണ്, y ആക്സിസിൽ പാർഷ്യൽ പ്രഷറും x ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ എടുത്തിട്ട് ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന, അതായത് y ഇന്റർസെപ്റ്റ് 0 ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ കിട്ടുന്നത് എന്താണോ, ഇതാണ് സ്ലോപ്പ് kh. So partial pressure versus small fraction ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്ലോട്ടിന്റെ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് അത് kh-ന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാമോ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ 4 ഗ്യാസ് എ ബി സി ഡി 4 ഗ്യാസ് ഒരേ ടെമ്പറേച്ചറിലാണ്. ഓക്കെ, ഇവിടെ ഞാൻ പാർഷ്യൽ പ്രഷർ കൊടുത്തു, അതിന്റെ മോൾ ഫ്രാക്ഷൻ കൊടുത്തു. സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ, അതിന്റെ പാർഷ്യൽ പ്രഷർ സൊല്യൂഷന്റെ മുകളിലുണ്ട്. ഞാൻ ഇതിന് ഗ്രാഫ് വരച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫ് എങ്ങനെ അറിയാവോ, എക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്, ബിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, സിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, ഡിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എങ്ങനെയാണോ ആണ് ഇതാ എന്ന് പറഞ്ഞാല് P is equal to kh-ന്റെ x തന്നെയാണ് എല്ലാവരും. ഹെൻറീസ് ലോ എല്ലാവരും ഒരേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടിയത്. പക്ഷെ എന്താണ് സ്ലോപ്പ് വ്യത്യസ്തമല്ല, എല്ലാവർക്കും സ്ലോപ്പ് ഒരുപോലെയാണോ? അല്ല, ഇതിന്റെ സ്ലോപ്പ് അല്ല ഇതിൻ്റെത്, അതല്ല ഇതിൻ്റെത്, അതല്ല ഇതിൻ്റെത്. സ്ലോപ്പ് എന്താണ്, kh ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ ടെമ്പറേച്ചറിൽ വ്യത്യസ്ത ഗ്യാസുകൾക്ക് വ്യത്യസ്ത kh ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് kh സ്ലോപ്പ് കൂടുതൽ,
സ്ലോപ്പ് ഇതിനല്ലേ കൂടുതൽ. സ്ലോപ്പ് കൂടുതലാണ് എക്ക്, സ്ലോപ്പ് കുറവാണ് ആർക്ക്? ഡിക്ക്. കേളെ ഇവിടെ എല്ലാവർക്കും സ്ലോപ്പ് ഒരുപോലെയാണോ? അല്ല. ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? എക്ക് സ്ലോപ്പ് കൂടുതലാണ്. ദാറ്റ് മീൻസ് കേച്ച് കൂടുതലാണ്. എയുടെ കേച്ച് കൂടുതലാണ്, ബിയുടെ കേച്ച് കുറവാണ്. എന്താ സംബന്ധിച്ച ഈക്വേഷൻ നോക്കാം. ഈക്വേഷൻ കേച്ച് കൂടും, പി ഈസ് ഈക്വൽ ടു കേച്ച് ഇൻടു എക്സ് ആണല്ലോ. കേച്ച് കൂടുമ്പോൾ എക്സ് കുറയും. എക്സ് എന്താണ്? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷനിലുള്ള സൊല്യൂബിലിറ്റി കുറയും. ഓക്കേ അല്ലേ? അപ്പൊ ഈ കേസിൽ എന്ന ഗ്യാസിന്റെ കേച്ച് കൂടിയതുകൊണ്ട് അതിന്റെ സൊല്യൂബിലിറ്റി കുറവാണ്. ബി എന്ന ഗ്യാസിന്റെ കേച്ച് കുറഞ്ഞത് കൊണ്ട് അതിന്റെ സൊല്യൂബിലിറ്റി കൂടുതലാണ്. ബി എസ് കൂടുതലായിട്ട് സൊല്യൂബിൾ ആകുന്നു, എ കുറഞ്ഞ രീതിയിൽ മാത്രമേ സൊല്യൂബിൾ ആകുന്നുള്ളൂ. ഓക്കെ. അപ്പോ കേച്ച് എന്ന് പറയുന്നത് ഗ്യാസിന്റെ നേച്ചറുമാകുമ്പോൾ മാറും. ഗ്യാസ് മാറുമ്പോൾ കേച്ച് മാറും. ഒരേ ടെമ്പറേച്ചറിൽ വ്യത്യസ്ത ഗ്യാസിന് വ്യത്യസ്ത കേച്ച് വാല്യൂ. ഇനി ഞാൻ ഒരേ ഗ്യാസിന് ഒറ്റ ഗ്യാസ്, ഒരേ ഒരു ഗ്യാസ്, ഫോർ എക്സാമ്പിൾ ഏത് ഗ്യാസിന്റെ പി വേഴ്സസ് സ്മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഞാൻ വരച്ചു. അപ്പോൾ വരച്ചിട്ടിയ ഗ്രാഫാണ് ഇത്. കിട്ടിയത് 293 കെൽവിൻ. ഓക്കെ. ഇത് വേറൊരു ടെമ്പറേച്ചർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇത് 283 കെൽവിനിലൂടെ ഗ്രാഫാണ്. ഇത് 273 കെൽവിനിലുള്ള ഗ്രാഫാണ്. ഇനി നിങ്ങൾ പറ, എവിടെയാണ് കേച്ച് വാല്യൂ കുറവ്? കേച്ച് വാല്യൂ കുറവ് 273 കെൽവിനിലാണ്. കേച്ച് വാല്യൂ കൂടുതൽ, അതായത് സ്ലോപ്പ് കൂടുതൽ 293 കെൽവിനിലാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴും കേച്ച് വാല്യൂ കൂടും. മീനിങ് എന്താ? ടെമ്പറേച്ചർ, ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴും, അതായത് ഗ്യാസിന്റെ അല്ല, സൊല്യൂഷൻ, ഗ്യാസും സൊല്യൂഷൻ സോൾവെന്റ് ചേർന്നിട്ടുള്ള സൊല്യൂഷന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴും ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് solubility decreases. As temperature increases, solubility decreases. Why? As temperature increases, KH value increases. അപ്പോൾ ഒരേ ഗ്യാസിന് വ്യത്യസ്ത ടെമ്പറേച്ചറിൽ വ്യത്യസ്ത KH വാല്യൂ ആണ്. എന്താണ് മാറ്റം? എന്നാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടുന്നു. ആ കോൺസിക്വന്റ് ആയിട്ട് അതിന്റെ സൊല്യൂബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയട്ടെ. ചൂടുവെള്ളം ഉണ്ടല്ലോ, സാധാരണ വാം വാട്ടറിൽ അക്വാട്ടിക് ലൈഫ് പോസിബിൾ അല്ല. ജീവികൾ കൂടുതൽ എന്താ പറയാ, ജീവികളുടെ സസ്റ്റെയിൻ കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യത്തില്ല. ചൂടുവെള്ളത്തെ സസ്റ്റെയിൻ ചെയ്യത്തില്ല, അത് ചത്തുപോകും. ചൂടുകൊണ്ട് ചത്തുപോയി എന്നല്ല പറയുന്നത്. എന്തുകൊണ്ടെന്ന് അറിയാവോ? വാം വാട്ടറിൽ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ എസ്കേപ്പ് ചെയ്യും. ഓക്സിജന്റെ സൊല്യൂബിലിറ്റി കുറയുന്നു. വെള്ളം ചൂടാക്കുമ്പോൾ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജൻ എസ്കേപ്പ് ചെയ്യും. ഓക്സിജന്റെ സൊല്യൂബിലിറ്റി കുറഞ്ഞു വരും. അപ്പൊ ചൂടുവെള്ളത്തിൽ ഓക്സിജന്റെ എമൗണ്ട് കുറവാണ്. അതുകൊണ്ട് അതിൽ എന്താണ് ലൈഫ് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിന് ചത്ത വെള്ളം എന്നാണ് പറയുന്നത്, ഡെഡ് വാട്ടർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഉപ്പുവെള്ളത്തിനല്ല, ചൂടുവെള്ളത്തിന്. എന്തുകൊണ്ട്? അതിൽ ഓക്സിജൻ ഇല്ല. ചൂടാക്കുമ്പോൾ ഓക്സിജൻ എന്തായി? എസ്കേപ്പ് ചെയ്തു. ഓക്കെ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചൂടുവെള്ളത്തിന്റെ ടേസ്റ്റ് സാധാരണ പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് അല്ല. എന്തുകൊണ്ടെന്ന് അറിയാവോ? ചൂടുവെള്ളത്തിൽ പച്ചവെള്ളത്തിലുള്ളതിനേക്കാളും ഓക്സിജന്റെ അളവ് കുറവാണ്. ഓക്സിജൻ കുറഞ്ഞപ്പോൾ ടേസ്റ്റുമാണ്. അപ്പൊ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ ചോദിച്ചാൽ ഉത്തരവുണ്ടല്ലോ. ചൂടുവെള്ളത്തിന്റെ ടേസ്റ്റ് ആണോ പച്ചവെള്ളത്തിന്? അല്ല. കോൾഡ് വാട്ടറിന് വാം വാട്ടറിന് ഒരേ ടേസ്റ്റ് അല്ല. ഇനി അത് പോട്ടെ. അപ്പൊ അക്വാട്ടിക് ലൈഫ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഹോട്ട് വാട്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും?
because as temperature increases, the solubility of oxygen decreases, and this explains why the aquatic life is not possible in warm water. Okay അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ഈ ഹെൻറി സ്റ്റോയുടെ 2-3 അപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്ലിക്കേഷൻസ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ, സാധാരണ സോഡ വാട്ടർ ഉണ്ടല്ലോ, സോഡ വാട്ടർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ കൂൾ ഡ്രിങ്ക്സ്, അത് ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യുന്നത് അല്ലെ. നമ്മളത് ഓപ്പൺ ആക്കുന്ന സമയത്ത് സൗണ്ടിൽ ഗ്യാസ് പുറത്തോട്ട് വരും. ഹൈ പ്രഷറിൽ ഗ്യാസ് അവിടെ ഫില്ലാണ് അതിന്റെ ഉള്ളിൽ. എന്തുകൊണ്ടാണ് ഹൈ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്? കാരണം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു, ഇപ്പൊ സോഡ വാട്ടറിലാണെങ്കിൽ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നതാണ് ഈ സോഡ വാട്ടർ. അപ്പൊ ഇത് വെള്ളം, ഇതിന്റെ മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ കൂട്ടുന്തോറും ഇത് സംഭവിക്കും, വെള്ളത്തിൽ സൊല്യൂബിളാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. ആസ് പെർ ഹെൻറീസ് ലോ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെള്ളത്തിലുള്ള സൊല്യൂബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഹെൻറീസ് ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത് സോഡ വാട്ടർ ആൻഡ് other cold drinks are sealed under high pressure. Why? To increase the solubility of carbon dioxide in the solution. Okay. ഇനി അടുത്തത് ഈ മല കയറുന്ന പർവ്വതാരോഹകൾ, ഈ കുന്ന് കയറ്റക്കാര്, ഇത് വലിയൊരു കുന്നാണെന്ന് വിചാരിക്കാം. ഈ കുന്ന് കയറി പോകുന്നവർക്ക് ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നതോ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതോ ഒരു പ്രത്യേകമായിട്ടൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അതിന്റെ പേരാണ് അനോക്സിയ. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ക്ലിയറായി ചിന്തിക്കാൻ പറ്റുന്ന ബോഡി വീക്കാവും. അതിന് കാരണം ഈ ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നതോറും എയറിലുള്ള ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ഇവർ ശ്വസിക്കുമ്പോൾ ഇൻഹേൽഡ് എയറിൽ, ഉള്ളിലോട്ട് എടുക്കുന്ന എയറിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. എയർ പറഞ്ഞാൽ മിക്സ്ഡ് സൊല്യൂഷനിൽ ഏതെല്ലാം ഓക്സിജനും നൈട്രജനും പ്രധാനമായിട്ടും. അപ്പൊ ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു. ഓക്കെ, ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ഇൻഹേൽഡ് എയർ എന്ന് പറയുന്ന മിക്സ്ചറിലെ സൊല്യൂഷനിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ലങ്സിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും, എയർ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ബ്ലഡിൽ കിട്ടുന്ന ഓക്സിജന്റെ അളവ് കുറയും, ബ്ലഡിൽ ലയിച്ച് ചേരുന്ന ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ സെല്ലിലേക്ക് കാര്യമായിട്ട് ആവശ്യത്തിന് ഓക്സിജൻ എത്താത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോഴുണ്ടാവുന്ന കണ്ടീഷനാണ് അനോക്സിയ. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ സ്ക്യൂബ ഡൈവേഴ്സ്. കേട്ടിട്ടുണ്ടല്ലോ, സ്ക്യൂബ ഡൈവേഴ്സ്, മുങ്ങൽ വിദഗ്ധൻ. അപ്പൊ ഈ ഡൈവേഴ്സ് സമുദ്രത്തിലേക്ക്, ആഴിയിലേക്ക് ഇങ്ങനെ പര്യവേഷണങ്ങൾ നടത്തുന്ന സമയത്ത്, എക്സ്പ്ലോറേഷൻസ് നടത്തുമ്പോൾ താഴേക്ക് അവർ പോകുമ്പോൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ അവർ എടുക്കാറുണ്ട് അല്ലെ. ആ ഓക്സിജൻ സിലിണ്ടറിൽ ആക്ച്വലി ഓക്സിജൻ മാത്രമല്ല, അത് എയറാണ്. പക്ഷെ ആ എയറിന്റെ കോൺസെൻട്രേഷൻ സാധാരണ പോലെ 21% ഓക്സിജനും 78% നൈട്രജനും, ആ കോൺസെൻട്രേഷൻ അല്ല അവിടെ. അതിന്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പൊ ഇവര് സ്ക്യൂബ ഡൈവേഴ്സ് താഴേക്ക് ഇങ്ങനെ പോകുന്നതോ, സമുദ്രത്തിന്റെ താഴേക്ക് പോകുന്നതോ, അവരുടെ മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ കൂടിക്കൊള്ളുകൊണ്ട് വരും. ശരി. അപ്പോ ഈ പ്രഷർ കൂടുമ്പോൾ ഇവിടെയാണ് സ്ക്യൂബ ഡൈവേഴ്സ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഒരു ഓക്സിജൻ സിലിണ്ടർ. അപ്പൊ അവരുടെ ഇൻഹെയിൽഡ് എയറിൽ അവരിങ്ങനെ ശ്വസിക്കുമ്പോൾ എന്താ പറയാ, ആ എയറിന്റെ പ്രഷർ കൂടുതലായതുകൊണ്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഗ്യാസിന്റെ പ്രഷർ കൂടും. അപ്പല്ലേ കേൾക്കണേ, ശ്വസിക്കുന്നു, ആ ശ്വസിക്കുന്ന ഗ്യാസിന്റെ പ്രഷർ കൂടുതലാണ്. അതായത് ആ ഗ്യാസിലെ ഓക്സിജന്റെയും നൈട്രജന്റെയും, പ്രധാനമായിട്ട് 2 എണ്ണമാണ് ഉള്ളത്.
ഓക്സിജന്റെയും നൈട്രജന്റെയും പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് ഓക്സിജനും നൈട്രജനും നന്നായിട്ട് ബ്ലഡിൽ സൊല്യൂബിൾ ആവും. ആസ് പെർ ഹെൻറീസ് ലോ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. ഓക്കെ അല്ലേ? അതിൽ ബ്ലഡിലേക്ക് എൻട്രി ചെയ്തിരുന്നത് ഓക്സിജന് മാത്രമേ ശരീരം ഉപയോഗിക്കത്തുള്ളൂ, നൈട്രജൻ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഓക്സിജൻ സെല്ലുലാർ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോ നൈട്രജൻ നല്ലോണം ബ്ലഡിൽ സെല്ലുകളാണ്, നന്നായിട്ട് സെല്ലുകളാണ്, കാരണം പ്രഷർ നല്ലോണം കൂടുതലാണ്. ഇവര് മുകളിലോട്ട് കയറുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ ശ്രദ്ധിച്ചോണം, പ്രഷർ കുറയുമ്പോൾ ബ്ലഡിൽ സെല്ലുബിൾ ആയിട്ടുള്ള നൈട്രജൻ റിലീസ് ചെയ്യാൻ തുടങ്ങും. സാധാരണ സോഡ വാട്ടർ പൊട്ടിക്കുമ്പോൾ ഗ്യാസ് പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യുന്നില്ലേ, പ്രഷർ കുറയുന്ന സ്ഥലത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നില്ലേ, അതേപോലെ ബ്ലഡിൽ സെല്ലുബിൾ ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. എസ്കേപ്പ് ചെയ്യുമ്പോൾ ഈ കാപ്പിലറീസിന്റെ ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ബ്ലഡ് സ്ട്രീം, ബ്ലഡ് നന്നായിട്ടുള്ള ബ്ലഡിന്റെ ഒഴുക്കിന് പ്രയാസം വരും. അപ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനാണ് ബെൻസി. അപ്പൊ ശരിയായ രീതിയിൽ എന്താ പറയാ, എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് എത്താത്ത അവസ്ഥ ബ്ലോക്കാണ് ഈ ബബിൾ ഉണ്ടാകുന്നത്. കാരണം ഈ ബബിൾ ഉണ്ടാക്കുന്നത് ആരാ? നൈട്രജൻ. എന്തുകൊണ്ട് നൈട്രജൻ ബബിൾ ഉണ്ടാക്കി? മുകളിലോട്ട് വരുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ നന്നായിട്ട് സൊല്യൂബിൾ ആയിട്ടുള്ള ഗ്യാസ് ബബിൾസിനെ പോലെ എസ്കേപ്പ് ചെയ്യാൻ പോകും. അപ്പൊ ഈ പ്രശ്നം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നൈട്രജന്റെ അളവ് കുറക്കണം ബ്ലഡ് സ്ട്രീമിൽ. അതിനെന്ത് ചെയ്യണം? ഇൻഹേൽഡ് നൈട്രജന്റെ അളവ് കുറക്കണം. അതുകൊണ്ട് സാധാരണ സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ ഉണ്ടല്ലോ, ആ ഓക്സിജൻ സിലിണ്ടറിൽ കുറച്ച് ഹീലിയം ചേർത്തിട്ട് ഡൈല്യൂട്ട് ആകും. ഓക്കെ, ഹീലിയം ചേർത്തിട്ട് ഡൈല്യൂട്ട്. അപ്പോഴെന്താ ഗുണം എന്നറിയാവോ? നമ്മൾ ഇൻഹേൽഡ് എയർ താഴേക്ക് പോകുമ്പോൾ ഇതിൽ നിന്ന് ശ്വസിക്കുന്ന എയർ ഉണ്ടല്ലോ, ആ എയറിലുള്ള നൈട്രജൻ, ഓക്സിജൻ, ഹീലിയം മൂന്നാണ് ഉള്ളിലോട്ട് പോകും. നൈട്രജൻ കുറവാണ്, ഹീലിയം ഉള്ളത് നൈട്രജൻ കുറവാണ്. ഓക്കെ, ഹീലിയമാണെങ്കിൽ സൊല്യൂബിൾ അല്ല. നേരത്തെ പഠിച്ചില്ല, സൊല്യൂബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഹീലിയമാണെങ്കിൽ ബ്ലഡിൽ സൊല്യൂബിൾ അല്ല. അപ്പൊ താഴോട്ട് പോകുമ്പോൾ എത്ര പ്രഷർ ആണെങ്കിൽ ഹീലിയം ബ്ലഡിൽ സൊല്യൂബിൾ ആവുന്നില്ല. ബ്ലഡിൽ സൊല്യൂബിൾ ആവുന്ന നൈട്രജൻ അളവോ അത് കുറവാണ്. ഓക്കെ, അപ്പൊ മുകളിലോട്ട് പൊങ്ങി വരുമ്പോൾ എന്താ പറയുക, റാപ്പിഡായിട്ട് റിലീസ് സംഭവിക്കില്ല. അളവ് കുറവായതുകൊണ്ട് ബബിൾസ് ഫോം ചെയ്തില്ല. ഓക്കെ അല്ലേ? അവിടെ എന്താ സംഭവിച്ചത്? അളവ് കുറഞ്ഞപ്പോൾ പാർഷ്യൽ പ്രഷർ, നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞപ്പോൾ അതിന്റെ സൊല്യൂബിലിറ്റി കുറഞ്ഞു. അതുവഴി ബെൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. ബെൻസ് എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥ. ഓക്കെ, ഇത്രയാണ് അപ്ലിക്കേഷൻസ്.